ഇന്ന് നമുക്ക് ലിപ് ലൈനർ വെച്ച് വരച്ചിട്ട് ഒരു ലിപ്സ്റ്റിക് ഇട്ട് നോക്കിയാലോ. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ലിപ് ബാം വന്നിട്ട് ഡോട്ട് ആൻഡ് കീയുടെയാണ്. ഇത് അത്യാവശ്യം നല്ല മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഉള്ള ഒരു ലിപ് ബാമാണ്. പറ്റുന്നവർ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. ഏകദേശം 150 ആണ് ആ ബോട്ടിലിൻ്റെ പ്രൈസ് വരുന്നത്. മാഴ്സിൻ്റെയാണ് ഇവിടെ ഉപയോഗിക്കുന്ന ലിപ് ലൈനർ വന്നിട്ട്. ഇത് അത്യാവശ്യം നല്ല ഡാർക്ക് ബ്രൗണിൽ വരുന്ന ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സാധാരണ ലിപ്സ്റ്റിക്ക് വാഷ് ഔട്ട് ചെയ്യുന്ന ചില ഷെയ്ഡ്സിനാണ് ഞാൻ കൂടുതൽ ലിപ് ലൈനർ വെച്ച് ഇങ്ങനെ വരച്ചതിന് ശേഷം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ലിപ്സിൻ്റെ എൻഡ് പോർഷൻസ്, ആ സൈഡ് ഒക്കെ നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് തന്നെ വരയ്ക്കുക. അപ്പോൾ ലിപ് ലൈനർ വാങ്ങുമ്പോഴത്തേക്കിന് എപ്പോഴും നമ്മളിടുന്ന ഷെയ്ഡിന്, ലിപ്സ്റ്റിക്കിനെ കഴിഞ്ഞ് ഒരു ഷെയ്ഡ് ഡാർക്കർ ഷെയ്ഡ് വാങ്ങിക്കുമ്പോഴാണ് നമുക്കത് നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് കാണത്തുള്ളൂ. അപ്പോൾ അതിനുശേഷം നമുക്ക് ലിപ്സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് നേരത്തെ വരച്ച് ഉള്ളിലേക്കുള്ള പോർഷൻസിൽ മാത്രം അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ വരച്ച ലിപ് ലൈനർ കവർ ചെയ്യുന്ന പോലെ ലിപ്സ്റ്റിക്ക് ഫില്ല് ചെയ്യരുത്. അതിൻ്റെ ഉള്ളിൽ മാത്രം ഫില്ല് ചെയ്തിട്ട് ഒന്ന് ഡാബ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് ഇത് ലൈനർ ഇല്ലാണ്ടിട്ടിട്ടുണ്ടെങ്കിൽ വാഷ് ഔട്ട് ചെയ്യുന്നൊരു ഷെയ്ഡാണ്.